മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്നലെ തിരുവനന്തപുരം കഴക്കൂട്ടത്ത് ഒരമ്പലത്തിൽ ഭഗവത്ഗീത നിത്യജീവിതത്തിൽ എന്ന വിഷയത്തെക്കുറിച്ച് ക്ലാസ് ഉണ്ടായിരുന്നു. നല്ല സ്റ്റാൻഡേർഡുള്ള നൂറുകണക്കിന് വ്യക്തികൾ അകത്തുണ്ടായിരുന്നു. ഈ മൈക്ക് സെറ്റ് പുറത്തു വച്ചിരിക്കുന്നത് കൊണ്ട് അതിലൂടെ ടെക്നോ പാർക്കിലെ ജോലി കഴിഞ്ഞു പോകുന്ന നൂറുകണക്കിന് യുവാക്കൾ മൈക്കിലൂടെ ഭഗവത്ഗീതയുടെ സന്ദേശം കേട്ട് വണ്ടി നിർത്തി അകത്ത് വന്ന് പ്രഭാഷണം തീരുന്നത് വരെ സദസ്സിങ്ങനെ എണ്ണത്തിൽ, ശ്രോതാക്കളുടെ എണ്ണത്തിൽ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരുന്നു. ഈ ഭഗവത്ഗീത നിത്യജീവിതത്തിൽ എന്ന ആ വിഷയം പ്രിന്റഡ് നോട്ട് കയ്യിൽ കൊടുത്ത് അത് വിവരിച്ചപ്പോൾ ആദ്യത്തെ ഒരു 5-10 മിനിറ്റോളം സദസ്സിലെ പലർക്കും ഒരു സംശയമായിരുന്നു. ഇങ്ങനെ നോട്ട് കയ്യിൽ കൊടുത്തിട്ട് ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ അത് ശരിയാവുമോ? ഒരു മതപ്രസംഗം, ആധ്യാത്മിക പ്രസംഗം, ആത്മീയ പ്രഭാഷണം പ്രിന്റഡ് നോട്ട് കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്നൊരു സംശയമുള്ളതുപോലെ ആദ്യം തോന്നി. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സദസ്സിന്റെ രൂപവും ഭാവവും എല്ലാം അടിമുടി മാറുകയുണ്ടായി. ഞാൻ അവരോട് പറഞ്ഞു, ഇന്നലെ യൂട്യൂബിൽ ഇവിടെ പറഞ്ഞതുപോലെ ഈ ലോകത്തിലെ ഏത് മാറ്റവും ആരംഭിക്കേണ്ടത് വ്യക്തിയിൽ നിന്നാണ്. വ്യക്തി മാറിയാലേ കുടുംബാന്തരീക്ഷം മാറുള്ളൂ. വ്യക്തി മാറിയാലേ നമ്മളുടെ സാംസ്കാരിക മൂല്യങ്ങൾ മാറുള്ളൂ. നന്മയിലേക്ക് സമൂഹത്തിലും രാഷ്ട്രത്തിലും മാറ്റം ഉണ്ടാവണം. അതിൽ വ്യക്തിയിൽ മാറ്റം ഉണ്ടാവണം. ഞാൻ ശബരിമലയിലെ ഉദാഹരണവും പറഞ്ഞു. ജലീൽ എന്ന് പറയുന്ന ശ്രീ ജലീൽ, KT ജലീൽ എന്ന മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ സാറുമായിട്ട് ശബരിമലയിൽ പോയി. രണ്ടുപേരും കമ്മ്യൂണിസ്റ്റുകാരാണ്. ഒരു കാരണവശാലും അവർ അമ്പലത്തിന്റെ മുമ്പിൽ നിന്ന് തൊഴുമെന്ന് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. തൊഴുതെന്ന് മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരാൾ മുസ്ലിമുമാണ്. 2 തരത്തിലും അദ്ദേഹത്തിന് അമ്പലത്തിലേക്ക് പോകാനുള്ള താല്പര്യം കാണിക്കേണ്ട ആവശ്യമില്ല. പോയി അവിടെ നിന്ന് തീർത്ഥവും പ്രസാദവും വാങ്ങിച്ചു, തൊഴുതു. ഇനി എല്ലാ വർഷവും ഞാൻ വരും എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അതൊരു ഷോ ആയിരുന്നില്ല, ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നുള്ള വരി ആയിരിക്കാനാണ് സാധ്യത. അങ്ങനെ ഞാൻ പറയാൻ കാരണം, ഒരു പത്രക്കാരനും ചോദിച്ചിട്ടില്ല അവരോട് ഇനിയും വരുമോ എന്ന്. ഒരു പത്രക്കാരനും ആരും അവരോട് ചോദിച്ചിട്ടില്ല എന്താ തൊഴാൻ കാരണമെന്ന്. ഒരാളും ചോദിച്ചിട്ടില്ല നിങ്ങൾ ശബരിമലയിലേക്ക് വരേണ്ട കാര്യത്തിന് പ്രത്യേക ഉദ്ദേശമുണ്ടോ എന്ന് ചോദിച്ചിട്ടില്ല. ഇപ്പൊ ചോദിക്കാത്ത ചോദ്യത്തിന് ഇനി എല്ലാ വർഷവും ഞാൻ വരും എന്ന് പറയുകയും നിന്ന് തൊഴുകയും എല്ലാം ചെയ്തത് വ്യക്തിയിലുണ്ടായ മാറ്റമാണ്. ഇപ്പൊ വ്യക്തിയിൽ മാറ്റം ഉണ്ടായാൽ ധാരാളം ചേഞ്ചുകൾ, മാറ്റങ്ങൾ ആ വ്യക്തി ഇൻവോൾവ് ചെയ്യുന്ന സ്ഥാപനത്തില്, വീട്ടില്, സംഘടനകളില്, പ്രസ്ഥാനങ്ങളിൽ എല്ലാത്തിലും ഉണ്ടാക്കാൻ സാധിക്കും. ആ മനസ്സിൽ മാറ്റം വരുത്താൻ ഞാൻ എന്നും പറയാറുള്ളത് പോലെ 4 തരത്തിലുള്ള കാര്യങ്ങളാണ് കേൾക്കുക, കാണുക, ചർച്ച ചെയ്യുക, ചിന്തിക്കുക, ജീവിതത്തിൽ പകർത്തുക എന്നുള്ളത് ചെയ്യേണ്ടത്. അതൊന്ന് കഥകൾ കേൾക്കണം. അതിൻ്റെ ലെവലിൽ നിന്ന് മുകളിലേക്ക് പോയാൽ അനുഭവങ്ങൾ കേൾക്കണം. അതിൻ്റെ ലെവലിൽ നിന്ന് മുകളിലേക്ക് പോയാൽ ഉപദേശങ്ങൾ കേൾക്കണം. പിന്നെ മുകളിലേക്ക് പോയാൽ ജീവിത സത്യങ്ങൾ കേൾക്കണം. ഒരു ബിസിനസ്സുകാരൻ ആ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അയാളുടെ മനസ്സിനെ ഉയർത്തണമെങ്കിൽ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട കഥകളും അനുഭവങ്ങളും ഉപദേശങ്ങളും ജീവിത സത്യങ്ങളും കേൾക്കണം. ഒരു അധ്യാപകൻ തൻ്റെ കർമ്മമണ്ഡലത്തെ ധന്യമാക്കണമെങ്കിൽ ആ അധ്യാപക വൃത്തിയുമായി ബന്ധപ്പെട്ട കഥകളും അനുഭവങ്ങളും ഉപദേശങ്ങളും ജീവിത സത്യങ്ങളും കേൾക്കണം. ഒരു മന്ത്രിയോ ഒരു ചെയർമാനോ ഒരു ഡയറക്ടറോ ഒരു MDയോ ഔദ്യോഗികമായിട്ട് കുടുംബപരമായിട്ട് സാംസ്കാരിക കർമ്മമണ്ഡലത്തില്, സാമൂഹിക കർമ്മമണ്ഡലത്തില് ഏർപ്പെട്ടിരിക്കുന്നവര് അല്ലെങ്കിൽ
കുട്ടികള്, വിദ്യാർത്ഥികള്, ശിശുക്കള് അവരെല്ലാം അവരുടെ കർമ്മമണ്ഡലവും ധർമ്മമണ്ഡലവുമായിട്ടുള്ള കഥകളും അനുഭവങ്ങളും ഉപദേശങ്ങളും ജീവിത യാഥാർത്ഥ്യങ്ങളും ബിസിനസ് യാഥാർത്ഥ്യങ്ങളും ഔദ്യോഗിക യാഥാർത്ഥ്യങ്ങളും അങ്ങനെയുള്ളത് ബിസിനസ്സുമായി ബന്ധപ്പെട്ട കഥകൾ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ, ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഉപദേശങ്ങൾ, ബിസിനസ്സുമായി ബന്ധപ്പെട്ട ജീവിത യാഥാർത്ഥ്യങ്ങൾ, ഔദ്യോഗികമായ കഥകൾ, ഔദ്യോഗിക കർമ്മവുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ, ഉപദേശങ്ങൾ അങ്ങനെ നമ്മൾ ഉൾക്കൊള്ളുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ മാറ്റം വരുത്താൻ വളരെ ഗംഭീരമായിട്ട് സാധിക്കും. ഏത് കർമ്മമണ്ഡലത്തിലുള്ളവർക്കും ഒരേപോലെ സ്വീകരിക്കാവുന്നതാണ് ഭഗവത്ഗീത. കാരണം എല്ലാ കർമ്മമണ്ഡലത്തിലുള്ളവർക്കും ധന്യമായി കൊടുക്കുന്നൊരു ഉപദേശമാണ് ഭഗവത്ഗീതയിലെ ഓരോ സന്ദേശവും. അതുകൊണ്ട് ഭഗവത്ഗീത നിങ്ങൾ പഠിക്കണമെന്ന് പറഞ്ഞൊരു 25 ശ്ലോകങ്ങൾ ഞാനിത് യൂട്യൂബിൽ പണ്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 25 ശ്ലോകങ്ങളിൽ 20 ശ്ലോകങ്ങൾ ഈ സമകാലീന പ്രസക്തമായ വിധത്തിൽ വിവരിച്ചു കൊടുത്ത് ബാക്കി 5 ശ്ലോകങ്ങൾ ഹോംവർക്കായിട്ട് പഠിക്കാനും പറഞ്ഞ് ഏതാണ്ട് 2 മണിക്കൂർ ക്ലാസ് എടുത്ത് തിരിച്ച് വീട്ടിലേക്ക് ഞങ്ങൾ യാത്ര ചെയ്തപ്പോൾ മനസ്സിലുണ്ടായ അനുഭവം, അനുഭൂതി, അത് ഈ ആധുനിക കാലഘട്ടത്തിലെ ഉദാഹരണം ഉൾപ്പെടെ ചേർത്തിട്ടാ പറഞ്ഞത്. മനുഷ്യ ജീവിതത്തിന് എങ്ങനെയാ വില വരുന്നത് നോക്കുക. നവംബർ മാസം 8-ാം തീയതി രാത്രി 8 മണിക്ക് എല്ലാ സ്വർണ്ണക്കടകളും ഭാരതത്തിലെ ഏതാണ്ട് അടച്ചു കഴിഞ്ഞ സമയത്തില് ഈ 127 കോടി ജനതയുള്ള ഭാരതത്തില് ഒരു ചായക്കടക്കാരനായിരുന്ന പ്രധാനമന്ത്രി ടിവിയിലൂടെ പ്രഖ്യാപിക്കുന്നു, ഇന്ന് രാത്രി 12 മണി മുതൽക്ക് 500-ന്റെയും 1000-ന്റെയും നോട്ടുകൾ അടിച്ചിരിക്കുന്ന പേപ്പറിന്റെ വില മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന്. 8 മണിക്ക് മുമ്പ് 7:50 വരെ ആ 2 നോട്ടുകൾക്കും ഉണ്ടായിരുന്ന മൂല്യം ഒരു വ്യക്തി ടിവിയിലൂടെ പ്രഖ്യാപിച്ച് കഴിഞ്ഞ നിമിഷം അതിൻ്റെ മൂല്യമില്ലാതെയായി. ആ നോട്ടിന്റെ കളറ് പോയിട്ടില്ല, അതിൻ്റെ പ്രിന്റിംഗ് മാഞ്ഞിട്ടില്ല, അതിൽ എഴുതിയിരിക്കുന്നതിന് മാറ്റം വന്നിട്ടില്ല. എൻ്റെ പോക്കറ്റിലുള്ള 500-ന്റെയും 1000-ന്റെയും നോട്ടും ഇത് പ്രഖ്യാപിച്ച ആളും തമ്മിൽ ഏതാണ്ട് 3200 കിലോമീറ്റർ ദൂരമുണ്ട്. അങ്ങനെയൊക്കെയാണെങ്കിലും ഒരു വരി ഇനി അതിന് പേപ്പറിന്റെ വിലയേ ഉള്ളൂ എന്ന് പറഞ്ഞതോടുകൂടി ഒരു രാഷ്ട്രത്തിനകത്തും പുറത്തും ആ നോട്ടുകൾ വെച്ചിരിക്കുന്നവരുടെ മനസ്സിനകത്ത് അത് ഇനി പ്രയോജനമില്ലാത്ത ഒരു നോട്ട് ആയി മാറിയിരിക്കുന്നു. നമ്മളെപ്പോലൊരു മനുഷ്യൻ പ്രഖ്യാപിച്ചതാണത്. അപ്പൊ ഓർത്തു നോക്കുക, ജീവിതത്തിന്റെ മൂല്യമെന്ത്, മൂല്യശോഷണമെന്ത്, മൂല്യമില്ലാത്ത അവസ്ഥ എന്ത്, ഇതെല്ലാം ഒരു തത്വശാസ്ത്രത്തിന്റെ വീക്ഷണത്തിലൂടെ ജീവിതത്തെ നമുക്ക് കാണാൻ സാധിക്കണമെങ്കിൽ ഇതുമാതിരിയുള്ള അനുഭവങ്ങൾ കേൾക്കണം, കാണണം, ചർച്ച ചെയ്യണം, ചിന്തിക്കണം, അതിൽ നിന്ന് നല്ലതെടുത്ത് നമ്മുടെ ജീവിതത്തിൽ പകർത്തണമെന്ന് പറഞ്ഞപ്പോൾ ഒത്തിരി യുവാക്കൾ, പ്രത്യേകിച്ച് ടെക്നോ പാർക്കുകളിൽ വർക്ക് ചെയ്യുന്ന, ടെക്നോ പാർക്കിലെ വിവിധ കമ്പനികളിൽ വർക്ക് ചെയ്യുന്ന വിദ്യാർത്ഥികളെ പോലെയുള്ള യുവാക്കൾക്ക്, പിന്നെ നല്ലോണം അക്കാഡമിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ള സദസ്സിലുള്ളവർക്കും അതൊരു വലിയ അനുഭവമായതായിട്ട് അവരെന്നോട് പറയുകയുണ്ടായി. ഇതൊക്കെ ഈ രാഷ്ട്രത്തിലുള്ള അറിവ് തന്നെയാണ്. പുതിയതായിട്ട് ഗോപാലകൃഷ്ണനോ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജോ ഒന്നും പറയുന്നുമില്ല, ഒന്നും ചെയ്യുന്നുമില്ല. അപ്പോൾ ഓർമ്മിക്കുക, കാലത്തിൻ്റെ മാറ്റത്തിനൊരുമിച്ച് ആധുനികമായിട്ടുള്ളതെല്ലാം നിലനിർത്തിക്കൊണ്ട്, നന്മകൾ നിലനിർത്തിക്കൊണ്ട് പുരാതനമായിട്ടുള്ളവയുടെ നന്മയും കൂടി എടുക്കാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ, മുമ്പിലിരിക്കുന്ന വ്യക്തികളുടെ തരംഗ ദൈർഘ്യത്തിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ എത്ര ഭംഗിയായിട്ട് അവരത് സ്വീകരിക്കുമെന്നുള്ളത് ഓർമ്മിക്കാൻ സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.